രാഷ്ട്രീയ കേരളം ഏറെ ഉറ്റുനോക്കുന്ന അടുത്ത ഇലക്ഷൻ പാലക്കാട് ബൈ ഇലക്ഷനാണ്. പാലക്കാട് 2011 മുതൽ ഷാഫി പറമ്പിലാണ് MLA. ഇത്തവണ ലോക്സഭാ ഇലക്ഷനിൽ വടകരയിൽ ഷാഫി പറമ്പിൽ മത്സരിച്ചിരുന്നു. ഷാഫി പറമ്പിൽ വിജയിക്കുകയും അതുകൊണ്ട് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഒഴിവന്നിരിക്കുകയാണ്. ചേലക്കര നിയമസഭാ മണ്ഡലത്തിലും ഒഴിവുണ്ട്. പക്ഷേ ശ്രദ്ധേയമായ മത്സരം നടക്കാൻ പോകുന്നത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലാണ്. കഴിഞ്ഞ 3 തവണയായിട്ട് 2011, 2016, 2021 എന്നിങ്ങനെ 3 ഇലക്ഷനിലും ഷാഫി പറമ്പിലാണ് വിജയിച്ചത്. തുടർച്ചയായിട്ട് മികച്ച ഭൂരിപക്ഷം ഉണ്ടാക്കിയാണ് ഷാഫി പറമ്പിൽ മുന്നോട്ട് വന്ന് 2016 ഇടത് തരംഗത്തിലും 17,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷം മേടിച്ചാണ് 17,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷവുമായിട്ടാണ് ഷാഫി പറമ്പിൽ നിയമസഭയിലെത്തിയത്. പക്ഷേ 2021 എത്തിയപ്പോഴത്തേക്കും കാര്യങ്ങൾ മാറി. അവിടെ BJPക്ക് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ BJPക്ക് വ്യക്തമായ സ്വാധീനം വളരുകയും അതിൻ്റെ ഭാഗമായിട്ട് മികച്ച പ്രകടനം അവർ നടത്തുകയും ചെയ്തു. 2016 അവിടെ BJP തന്നെയായിരുന്നു 2ാം സ്ഥാനത്ത് വന്നത്. ശോഭാ സുരേന്ദ്രനായിരുന്നു 2ാം സ്ഥാനത്ത് വന്നത്. പക്ഷേ 2021 BJP കുറച്ചുകൂടെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിപ്പിച്ചത്. അവിടെ സ്ഥാനാർത്ഥി BJPക്ക് വേണ്ടി ശ്രീധരനായിരുന്നു. മെട്രോമാൻ ശ്രീധരനായിരുന്നു BJPയുടെ സ്ഥാനാർത്ഥി. BJP കേരളത്തിൽ 2021 ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ, ഏറ്റവും മികച്ച മത്സരം കാഴ്ചവെച്ച മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു പാലക്കാട് നേമത്തുമായിരുന്നു അവർ വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നു. പാലക്കാട് ജയിക്കുന്ന സിറ്റുവേഷൻ വരെ എത്തിയിരുന്നു. നേമത്തായിരുന്നെങ്കിൽ വ്യക്തമായിട്ട് വീശമുൻകൂട്ടി BJPയുടെ മേൽ വ്യക്തമായ മേധാവിത്വം നേടിയിരുന്നു. അതുകൊണ്ട് തന്നെ നേമത്ത് ഒരു മത്സരം പോലെ അവസ്ഥ പോലും ഇല്ലായിരുന്നു. പക്ഷേ പാലക്കാട് അതായിരുന്നില്ല സ്ഥിതി. പാലക്കാട് ഷാഫി പറമ്പിൽ തോൽക്കുമെന്ന സ്ഥിതി പോലും ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് പിന്നെ ജയിച്ചു കയറി 3,500-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ഷാഫി പറമ്പിൽ പാലക്കാട് വിജയിക്കുന്നത്. പാലക്കാട് നിയമസഭാ ഇലക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാലക്കാട് ഷാഫി വിജയിക്കണമെന്ന് CPM-കാർക്ക് വരെ ആഗ്രഹമുണ്ടായിരുന്ന രീതിയിലായിരുന്നു അന്നത്തെ ഇലക്ഷൻ ഫലം പുറത്തു വന്ന സമയത്തുള്ള പ്രതികരണങ്ങൾ. പലർക്കും എങ്ങനെയെങ്കിലും ഷാഫി ജയിച്ചാൽ മതിയായിരുന്നു. ശ്രീധരൻ അവിടെ BJPക്ക് വേണ്ടി അക്കൗണ്ട് തുറക്കുകയാണെങ്കിൽ അത് കേരളത്തിന് ഒരുപാട് പ്രശ്നമാകുമെന്നുള്ള നിരീക്ഷണത്തിലും വീക്ഷണത്തിലുമായിരുന്നു കേരളത്തിലെ ഇടതുപക്ഷ പ്രവർത്തകർ. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഷാഫി ജയിച്ചാൽ മതി എന്ന അവസ്ഥയിലായിരുന്നു. പക്ഷേ അതിനുശേഷം പിന്നെ ലോക്സഭ ഇലക്ഷൻ വന്ന് ഷാഫി വടകരയ്ക്ക് പോയി. ഇപ്പോൾ അവിടെ ഒഴിവന്നിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ ആരായിരിക്കും മത്സരിക്കുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കോൺഗ്രസിന് വേണ്ടി ഷാഫി പറമ്പിലിന് പകരം രാഹുൽ മാങ്കൂട്ടത്തിലോ അല്ലെങ്കിൽ തൃത്താലയിലെ മുൻ MLA ആയിട്ടുള്ള VT ബൽറാമോ മത്സരിക്കാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ മത്സരിച്ചാൽ മതി എന്ന രീതിയിലേക്ക് ഷാഫി പറമ്പിലും മറ്റുള്ളവർ എത്തി എന്ന് കൂടി ഇപ്പോൾ വാർത്ത പുറത്തു വരുന്നുണ്ട്. എന്തൊക്കെയായാലും അവിടെ കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥി നിർത്തി എങ്ങനെയെങ്കിലും സീറ്റ് നിലനിർത്താനായി ശ്രമിച്ചുകൊണ്ടിരിക്കുക. CPM ഇതുവരെ അവിടുത്തെ സ്ഥാനാർത്ഥി എന്ന ചർച്ചകളിൽ കടന്നിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി എന്തായാലും പാലക്കാട് വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പാലക്കാട് ജില്ലയിലെ മുതിർന്ന നേതാക്കളെയും പിന്നെ പാലക്കാട് പാർട്ടിക്ക് പുറത്തുള്ള ശക്തരായ സ്വാധീനമുള്ള നേതാക്കളെയും പാർട്ടി പരിഗണിക്കുന്നുണ്ടെന്ന വാർത്തയും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ BJP ആരായിരിക്കും മത്സരിപ്പിക്കുക എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. 2021 അവിടെ ശ്രീധരനായിരുന്നു, മെട്രോമാൻ ശ്രീധരനായിരുന്നു. പക്ഷേ ഇത്തവണ ബൈ ഇലക്ഷനിൽ മത്സരിക്കത്തില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ശ്രീധരൻ. മനോരമ ഓൺലൈന് കൊടുത്ത പ്രത്യേക അഭിമുഖത്തിലാണ് ശ്രീധരൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇത്തവണ മത്സരിക്കാൻ ഞാനില്ല, മാത്രമല്ല സജീവ രാഷ്ട്രീയത്തിലേക്കും ഇനി ഞാനില്ല, അതിന് പ്രായം കഴിഞ്ഞു പോയെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ BJPയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് അംഗമാണ് ശ്രീധരൻ എന്ന കാര്യം എടുത്ത് പറയാനുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ വീണ്ടും മത്സരിപ്പിക്കുമെന്നൊരു ചോദ്യമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇത്തവണ പാലക്കാട് മത്സരിക്കാൻ ഞാനില്ല, പകരം ആരായിരിക്കും BJPയുടെ സ്ഥാനാർത്ഥി എന്ന കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. BJP ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് പ്രത്യേകിച്ച് തൃശ്ശൂരിൽ ജയിക്കാൻ പറ്റിയതുകൊണ്ട് തന്നെ ഒരു MLA കൂടി കിട്ടാനുള്ള സാഹചര്യമാണ് ഉള്ളത് എന്ന വിശ്വാസത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല BJPക്ക് കഴിഞ്ഞ പ്രാവശ്യം 54,000-ഓളം വോട്ട് അവിടെ കിട്ടിയിരുന്നു. 3,500 വോട്ടിന് മാത്രമാണ്, 3,500 വോട്ടിന് ചില്ലറയ്ക്ക് മാത്രമാണ് അവിടെ ഷാഫി പറമ്പിൽ വിജയിക്കാനായത്. മാത്രമല്ല പാലക്കാട് നഗരസഭയിൽ വ്യക്തമായ സ്വാധീനം BJPക്കുണ്ട്. നഗരസഭയ്ക്ക് പുറത്തുള്ള മറ്റ് പഞ്ചായത്തുകളിലും BJPക്ക് വ്യക്തമായ സ്വാധീനമുള്ള ചുരുക്കം ചില മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട്. അതുകൊണ്ട് തന്നെ BJP ഒരു വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലം കൂടിയാണ് പാലക്കാട്. അപ്പോൾ അവിടെ ആര് മത്സരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിന് എന്തായാലും ആദ്യത്തെ ഉത്തരം വന്നിരിക്കുകയാണ് ശ്രീധരൻ ആയിരിക്കത്തില്ല, പകരം BJPയുടെ ഏതെങ്കിലും സീനിയർ ആയിട്ടുള്ള നേതാവായിരിക്കും മത്സരിക്കാനുള്ള സാധ്യത എന്നാണ് പറയുന്നത്. നമുക്ക് 2021 വോട്ട് പരിശോധിക്കുകയാണെങ്കിൽ വ്യക്തമായ ഒരു മത്സരം കാഴ്ചവെക്കാൻ ശ്രീധരൻ അവിടെ സാധിച്ചിരുന്നു. ആ വോട്ടുകൾ നില പരിശോധിക്കുകയാണെങ്കിൽ 2021 ഷാഫി പറമ്പിലിന് 54,079 വോട്ട് കിട്ടിയായിരുന്നു. ശ്രീധരന് 50,220 വോട്ടാണ് കിട്ടിയത്. 2016 BJPയുടെ സ്ഥാനാർത്ഥി
സ്ഥാനാർത്ഥിയായിരുന്ന ശോഭാ സുരേന്ദ്രന് 40,076 വോട്ട് മാത്രമാണ് കിട്ടിയത്. അവിടുന്ന് 10,000-ന് മുകളിലോട്ട് വോട്ട് വർദ്ധിപ്പിക്കാൻ ഈ ശ്രീധരന് ആ മണ്ഡലത്തിൽ സാധിച്ചിരുന്നു. അത് വളരെ വലിയ നേട്ടമാണ്. മാത്രമല്ല BJPയുടെ വ്യക്തമായ സ്വാധീനം ആ മണ്ഡലത്തിൽ വളർത്താനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ അദ്ദേഹം മത്സരിക്കുന്നില്ലെന്ന് പറഞ്ഞ് പകരം ആര് എന്ന വലിയ ചോദ്യമാണുള്ളത്. BJPക്ക് ഒരു MLA കൂടി കിട്ടാനുള്ള സാധ്യത ഉള്ള മണ്ഡലമാണെന്നാണ് അവരുടെ വിലയിരുത്തൽ. മാത്രമല്ല ഷാഫി പറമ്പലിനെ പാലക്കാട് നിന്ന് മാറ്റി വടകരയ്ക്ക് കൊണ്ട് മത്സരിപ്പിച്ചത് BJPക്ക് വേണ്ടി ആണെന്ന് ഉള്ള ഒരു ആരോപണം കൂടി ഇപ്പോൾ ആകാശത്തുണ്ട്, അന്തരീക്ഷത്തിലുണ്ട്. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാഫി പറമ്പലിന് പകരം ആര് വന്നാലും അവിടെ വിജയിക്കാൻ പോകുന്ന BJP ആയിരിക്കുമെന്നൊരു തോന്നൽ വ്യക്തമായിട്ട് ആ മണ്ഡലത്തിൽ തന്നെ ഉണ്ട്. കാര്യം വ്യക്തമായ സ്വാധീനമാണ്. ഷാഫിക്കുണ്ടായിരുന്ന ഒരു വ്യക്തിപരമായ സ്വാധീനം ഉപയോഗിച്ചാണ് ഷാഫി വിജയിച്ചെന്ന കാര്യം കൂടി എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല അവിടെ ഈ ശ്രീധരൻ വിജയിക്കേണ്ടെന്ന് തീരുമാനിച്ച ഇടതുപക്ഷ വോട്ടുകൾ കൂടി ഉണ്ടായിരുന്നു ആ മണ്ഡലത്തിൽ. അതുകൂടെ വ്യക്തമായ ഒരു മുൻതൂക്കം ഷാഫിക്ക് നൽകിയിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനത്തെ യാതൊരു സ്വാധീനമോ മുൻതൂക്കമോ ഇല്ല. മാത്രമല്ല കോൺഗ്രസിനെതിരായിട്ട് ഇടതുപക്ഷ അനുഭാവ വോട്ടുകൾക്കിടയിൽ ശക്തമായ വികാരവും ഉള്ളത് കൊണ്ട് തന്നെ പാലക്കാട് BJPക്ക് വേണ്ടിയുള്ള ഡീലായിരുന്നു കൂടി സംസാരിക്കുന്ന പലരുമുണ്ട്. അങ്ങനത്തെ ഒരു ആരോപണം അന്തരീക്ഷത്തിലുമുണ്ട്. അതുകൊണ്ട് BJP ആരെയായിരിക്കും മത്സരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്തായാലും ഈ ശ്രീധരൻ 2021 പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച ഈ ശ്രീധരൻ മത്സരിക്കത്തില്ലെന്ന് വ്യക്തമായി മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്.